എല്ലാം ഇടിഞ്ഞ് ഏറ്റവും ബോട്ടം ആട്ടെ, ആ സമയത്ത് തന്നെ മൊത്തം തുക കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട്. ഈ തരത്തിൽ ചിന്തിക്കുന്ന ഒരു 100 പേര് ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 95% ആൾക്കാർക്കും അവർക്ക് കറക്റ്റ് സമയത്ത് എൻ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഇപ്പം ഏറ്റവും ബോട്ടാവുന്നത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സമയത്താണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇനിയും താഴേക്ക് വരും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഇപ്പം ഇറാൻ ഇസ്രായേൽ വാർ, അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സും പേടിച്ചിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ പല കസ്റ്റമേഴ്സും നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പാനിക് സിറ്റുവേഷൻ. അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സ്റ്റേണൽസ് ആയിട്ടുള്ള ഈ ഫാക്ടേഴ്സ് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 1979 തുടങ്ങി ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി, അതായത് 40-45 വർഷത്തെ ഒരു പാരമ്പര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാർഗിൽ വാർ ഉണ്ടായിട്ടുണ്ട്, പിന്നെ 1991 ഗൾഫ് വാർ, അവിടെ ആ 90-91 ആ കാലഘട്ടത്തിൽ ഗൾഫിൽ വാർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ഇഷ്യൂ ഉണ്ടായിരുന്നിട്ടുണ്ട്. 2008 വലിയ റിസഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ യുക്രൈൻ, പിന്നെ അതോടൊപ്പം തന്നെ റഷ്യ വാർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും പിന്നെ പാലസ്തീനായിട്ടുള്ള വാർ ഓൾറെഡി റണ്ണിങ് ആണ്. അതിൻ്റെ ഇടക്കാണ് ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വാർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാറ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ഇപ്പൊ വാറൻ ബഫറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി. അതായത് മറ്റുള്ളവരെല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അതേസമയം മറ്റുള്ളവർ വളരെ ഗ്രീഡി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിയർഫുൾ ആയിരിക്കണം, നമ്മൾ സൂക്ഷിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സിറ്റുവേഷൻ ഇപ്പം നമുക്ക് പലപ്പോഴും നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരാറുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ വേൾഡ് വാറാണ്. വേൾഡ് വാർ ഇപ്പം 1ഉം 2ഉം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 3-4 വർഷത്തോളം നീണ്ടു നിന്ന ഒരു വാറാണ് ഈ വേൾഡ് വാറൊക്കെ. അപ്പോൾ ആ സമയത്താണെങ്കിൽ പോലും ഇതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു ഇതോടെ ഈ ലോകം മൊത്തം തീർന്നെന്ന്. കാരണം എല്ലാവർക്കും ഈ രോഗം പടർന്ന് നമ്മളെല്ലാവരും തന്നെ മരിച്ചു പോകുമെന്ന് നമ്മൾ വിചാരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് ആ ഒരു ഏകദേശം ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് അത് ഏകദേശം ഈ ലോകത്തിൽ തന്നെ ഇല്ലാതായി പോയി. അപ്പൊ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ എന്ത് സംഭവമാണെങ്കിലും അതിനൊരു അവസാനമുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്കിപ്പോൾ പെട്ടെന്ന് ആവശ്യത്തിനുള്ള തുക ഉണ്ടെന്ന് ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇപ്പൊ അടുത്ത നിങ്ങൾക്ക് ഇപ്പൊ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഈവൻ ഒരു 5 വർഷത്തിനുള്ളിൽ വേണ്ട തുക ഈ സമയത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്കും സുരക്ഷിതമാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന സമയത്ത് സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു 10 വർഷമോ 15 വർഷമോ 20 വർഷമൊക്കെ കഴിഞ്ഞു വരുന്ന ഗോളുകള്, ആ ഗോളുകൾക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നോർമല് ഇപ്പൊ പല ആൾക്കാരുടെയും ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഇടിഞ്ഞ് ഏറ്റവും ബോട്ടം ആട്ടെ, ആ സമയത്ത് തന്നെ മൊത്തം തുക കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന നിരവധി വ്യക്തികളുണ്ട്. ശരിക്കും എൻ്റെ ഇത്ര നാളത്തെ, അതായത് ഇപ്പൊ 2007 തുടങ്ങി ഇതുവരെയുള്ള ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ തരത്തിൽ ചിന്തിക്കുന്ന ഒരു 100 പേര് ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 95% ആൾക്കാർക്കും അവർക്ക് കറക്റ്റ് സമയത്ത് എൻ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഇപ്പം ഏറ്റവും ബോട്ടാവുന്നത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സമയത്താണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇനിയും താഴേക്ക് വരും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു തുക നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫണ്ടിലോ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം വീക്കിലി എന്നോളം നമുക്ക് അതിൻ്റെ ഇപ്പൊ 100-ലൊരു ഭാഗമോ അല്ലെങ്കിൽ 50-ലൊരു ഭാഗം, ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 50 ലക്ഷത്തിൽ നിന്ന്
ഇപ്പൊ 50 രൂപ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വെച്ച് എല്ലാ ആഴ്ച എന്നോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏകദേശം 1 വർഷം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതേ ലെവലിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ്, വലിയൊരു ഇടിവ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൾറെഡി അവിടെ ഫണ്ട് ഉണ്ട്, ജസ്റ്റ് ആ ഫണ്ട് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്ത് കൂടുതൽ എമൗണ്ട്, ഇപ്പോൾ ഒരു 10 ലക്ഷമോ 15 ലക്ഷമോ അങ്ങനെ കൂടുതൽ എമൗണ്ട് നമുക്ക് ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ മൊത്തം ഡൗൺ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പലപ്പോഴും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വിചാരിക്കുന്ന ഒരു മിക്കവർക്കും മിസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ്, അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഒരു താഴ്ച ഉണ്ടെങ്കിൽ നാളെ ഒരു കയറ്റമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആക്കി നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റും. ഇപ്പം തന്നെ ഡയസ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 750-ലധികം മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഡയസ് ഇൻവെസ്റ്റ് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 23-24 ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പം ഡയസ് ഇൻവെസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പം 2027 ആകുമ്പോഴേക്കും ഇപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, എനിക്ക് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വ്യക്തി അന്ന് ഇപ്പം ഞാൻ കൺവിൻസ് ചെയ്ത് ഞാൻ വഴി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ 1.5 കോടിയുടെ അവിടെ ഒരു 20 ലക്ഷം രൂപ പോലും ഉണ്ടാവില്ല.